കാസർഗോഡ് ആത്മഹത്യ ചെയ്ത ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ ചൌക്കി സ്വദേശി സന്ദേശാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? ഉച്ചയോടുകൂടിയാണ് ചൌക്കി സ്വദേശി സന്ദേശിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേരത്തെ മരിച്ച വ്ളോഗർ ചിന്നു പാപ്പുവിന്റെ സുഹൃത്താണ്. ഇവർ ഒരു വർഷത്തിലധികമായി ഒരുമിച്ചായിരുന്നു താമസം. ഈ സന്ദേശിനെതിരെ ചിന്നു പാപ്പുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ചിന്നു പാപ്പുവിന്റെ മരണത്തിന് പിന്നിൽ സന്ദേശുമായുള്ള തർക്കമാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സന്ദേശിന്റെ മൊഴി എടുത്തിരുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും പരിശോധിച്ചിരുന്നു. പക്ഷേ സന്ദേശിന് ഈ കേസുമായി ബന്ധമില്ല എന്ന് പോലീസ് തിരിച്ചറിയുകയും അങ്ങനെ സന്ദേശിനെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദേശ് ഇന്നിപ്പോൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. ചിന്നു പാപ്പുവുമായി ഒരു വർഷത്തോളം അടുപ്പമുണ്ടായിരുന്നു. ചിന്നു പാപ്പുവിന്റെ മരണം അത് സന്ദേശിനെ മാനസികമായി തകർത്തിരുന്നു എന്നാണ് സുഹൃത്തുക്കളിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരം. 29 വയസ്സായിരുന്നു സന്ദേശിനുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മരണം നടന്നത്. വീട്ടിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അനൂജ, അതാണിപ്പോൾ ഇതിൽ എന്താണ് അടുത്ത നടപടികൾ? എങ്ങനെയാകും? ഈ ആൺസുഹൃത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതിലൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വലിയ മനോവിഷമത്തിലായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലേക്ക് കൂടുതൽ പ്രതികരണങ്ങളുണ്ടോ അരുൺ? അനുജ, അദ്ദേഹം മനോവിഷമത്തിലായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത്. പോലീസും ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് ചിന്നു പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത് ആദ്യം കാണുന്നത് സന്ദേശാണ്. സന്ദേശ് ജോലിക്ക് പോയ സമയത്ത് ചിന്നു പാപ്പുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ചിന്നു പാപ്പു ഫോൺ എടുക്കാതിരുന്നതോടുകൂടി ഉച്ചയോടെ വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് ചിന്നു പാപ്പു തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരിക്കുകയായിരുന്നു. ഇതിനു പുറകെ പോലീസിനെയും അതുപോലെ തന്നെ ചിന്നു പാപ്പുവിന്റെ കുടുംബത്തെയും ഒക്കെ സന്ദേശാണ് ഈ കാര്യം ആദ്യം അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സന്ദേശിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കുടുംബത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദേശിന്റെയും മൊബൈൽ ഫോൺ പരിശോധിച്ചിരുന്നു. പക്ഷെ ആ മൊബൈൽ ഫോണിലൊക്കെ തന്നെ ചിന്നു പാപ്പുവിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു സന്ദേശങ്ങൾ കണ്ടെത്താൻ സാധിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. 1 വർഷത്തോളമായി ഒരുമിച്ചായിരുന്നു താമസം. ഇതിന്റെ മനോവിഷമം ഈ യുവാവിനുണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ നൽകുന്ന വിവരം. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച്, ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ എന്താണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അനുജ അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.